ഹലോ അസ്സാം വലൈക്കും. സുബീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാനൊരു 4:45 ആകുമ്പോൾ എഴുന്നേൽക്കും. മോന് 6:10 വണ്ടി വരും. അപ്പോൾ മോനുള്ള ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ കൊടുത്തു വിടാനുള്ളതും എല്ലാം തയ്യാറാക്കിയതിന് ശേഷം ഞാൻ നിസ്കാരം മുതലൊക്കെ ആയിട്ടിരിക്കുകയുള്ളൂ. എഴുന്നേറ്റുകൊണ്ടൊന്ന് ഫ്രഷായിട്ട് നേരെ കിച്ചണിലോട്ടാണ്. മോനിന്ന് പഴം വാട്ടിയതാണ് കൊടുത്തത്. അത് കുറച്ചൊന്ന് കരിഞ്ഞു പോയി. അത് കാരണം ഇന്ന് ആൾ കഴിച്ചില്ല. അതവിടെ വെച്ചിട്ടാണ് പോയത്. ഇതിപ്പോൾ കുറച്ച് ദിവസം മുന്നേ എടുത്ത് വെച്ച വീഡിയോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. സിറാജിക്ക് 6:45 7 മണി അടുത്താകും എഴുന്നേൽക്കുമ്പോൾ. ഇന്ന് പിന്നെ പുട്ടായത് കാരണം ഞാൻ താമസിച്ചാണ് കിച്ചണിലോട്ട് കയറിയത്. സിറാജിക്കാക്ക് പുട്ടൊക്കെ ആക്കി 8 മണിയാകുമ്പോഴത്തേക്കും സിറാജിക്ക പോകും. സിറാജിക്ക പോയി കഴിയുമ്പോഴായിരിക്കും തുണി മടക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് നേരം മൊബൈലൊക്കെ നോക്കിയിരുന്ന് ചിലപ്പോൾ ഒന്ന് കിടന്ന് ഉറങ്ങും. പിന്നെ ഒരു 10-10:30 ആകുമ്പോഴേ പിന്നെ കിച്ചണിൽ കയറുള്ളൂ. അപ്പോൾ എൻ്റെ ആങ്ങളയുണ്ട്, മോനും ഉണ്ട്. അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് വീണ്ടും ആക്കി അവരെല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ട് ഇതാണ് സഹിക്കാൻ പറ്റി. തണുപ്പ് വന്നപ്പോൾ പാത്രം കഴുകും, തുണി കഴുകും. എനിക്ക് ഭയങ്കര മടിയാണ് പാത്രം കഴുകാനും തുണി കഴുകാനും. ഈ തണുപ്പും കൂടെ ആയപ്പോൾ ഒരിക്കലും തീരാത്തൊരു സംഭവമാണ് പാത്രം കഴുകും തുണി കഴുകും. പിന്നെ ലഞ്ചൊക്കെ ആക്കി. ഇന്ന് ലഞ്ച് ചെമ്മീൻ ചോറാണ് ഉണ്ടാക്കിയത്. മോൻ 2:45 ആകുമ്പോഴേ വരുള്ളൂ. മോൻ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ചെടിയൊക്കെ ഉണ്ട്, ചെടിയിൽ വെള്ളം ഒഴിക്കലും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. എല്ലാവരും കൂടി ഹാളിൽ ഇരുന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞാൻ അസ്ര നിസ്കരിച്ചിട്ടാണ് കിച്ചണിലേക്ക് കയറിയത്. ഇപ്പം സിലയൊക്കെ നേരത്തെ ആണല്ലോ, തണുപ്പായപ്പോഴത്തേക്കും അസ്ര മഗ്‌രിബും ഒക്കെ നേരത്തെ. അപ്പോൾ പണി കഴിഞ്ഞിട്ട് ചെല്ലുമ്പം അസ്ര കലാവും. പിന്നെ കൂന്തൽ വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. വൈകുന്നേരത്തേക്ക് കൂന്തൽ റോസ്റ്റും പുട്ടും ഒക്കെയാണ് പ്ലാൻ ചെയ്തത്. കൂന്തലൊക്കെ വൃത്തിയാക്കി വെച്ചിരുന്നത് കാരണം പെട്ടെന്ന് പണി ഒതുക്കാൻ പറ്റി. ഇപ്പോൾ ഒന്നിനും നേരം കിട്ടാത്ത കണക്ക്. പെട്ടെന്ന് ഇരുട്ട് വീഴുമ്പം ഒരു പണിയും തീരാത്ത പോലെ തോന്നും. ഒന്നാമത് തുണി കഴുക്കും മടക്കലും ഒക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തുണി ഉണങ്ങി കിട്ടാനൊക്കെ ഭയങ്കര താമസം. മറ്റേത് രാവിലെയൊക്കെ തുണി കഴുകിയിട്ട് വിരിച്ചിടുകയും മടക്കലൊക്കെ നമുക്ക് കഴിയായിരുന്നു. ഞാൻ കിച്ചണിൽ നിന്ന് വന്ന് നോക്കുമ്പോൾ എന്ത് സുഖം, എല്ലാവരും TV കാണുന്നു. മോനുസ് ഉറങ്ങുകയാണ്. മോനുസിനെ ഇപ്പോൾ ഉണർത്തണം. മദ്രസയുണ്ട്, നാട്ടിൽ നിന്നാണ് ഓൺലൈൻ മദ്രസയാണ് കൊടുക്കുന്നത്. അപ്പോൾ തിങ്കളും ചൊവ്വയാണുള്ളത്. 4:30 മദ്രസ തുടങ്ങും. ഈ ഉറങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് വിളിച്ചുണർത്തുന്ന പാട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. തണുപ്പായപ്പോൾ ഇപ്പോൾ ചായക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കൽ ഇപ്പോൾ എൻ്റെ പരിപാടി. ഇതിപ്പോൾ എളുപ്പപ്പണിയാണ്. ബ്രെഡിൽ ചീസും വെച്ച് മുട്ട പുഴുങ്ങി വെച്ചിട്ട് നല്ല ടേസ്റ്റാണ്. നല്ല ചൂടോട് കൂടി കഴിക്കാൻ ലഞ്ച് ബോക്സിലാക്കി കൊടുത്തു വിടാനും എളുപ്പപ്പണിയാണ്. ഈ ശീലം ഇല്ലാതിരുന്നതാ, ഇപ്പോൾ ഇതൊരു പണിയായിട്ട് മാറിയിരിക്കുക. സിറാജിക്ക അപ്പം വന്നു. സിറാജിക്ക ഇപ്പം 5:30 ആകുമ്പോൾ വരും. നേരം വൈകിയാണ് വരുന്നതെങ്കിൽ ഈ സ്നാക്സിൻ്റെ പരിപാടിയില്ല, നേരെ ഡിന്നറിലേക്ക് പോകും. 7 മണിക്ക് മുന്നേ നമ്മൾ ഡിന്നർ കഴിക്കും. കൂന്തൽ റോസ്റ്റും പുട്ടും ഒക്കെ ആയിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷെ പുട്ടുണ്ടാക്കാനായപ്പം ഭയങ്കര മടിയായി. പിന്നെ പൊറോട്ട വാങ്ങിയിട്ട് വന്നു. ഉച്ചക്കത്തെ ചെമ്മീൻ ചോറും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആയിട്ട് ഡിന്നറൊക്കെ കഴിച്ച് വീണ്ടും TVയുടെ മുന്നിലേക്ക്. തണുപ്പായപ്പോൾ ഇപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ അവസ്ഥ.